ഗൈസ്, നമുക്കൊന്ന് ബീട്രൂട്ട് കൊണ്ടൊരു അടിപൊളി ചട്നി ഉണ്ടാക്കാം. ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ കൂട്ടി കഴിച്ചാൽ പൊളിയായിരിക്കും. ഓക്കെ, ഈ കാണുന്ന ഐറ്റംസാണ് നമുക്ക് ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടത്. കുറച്ച് ഉഴുന്ന്, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് പുളി, സവോള, പിന്നെ ഉണക്കമുളക്, പിന്നെ പ്രധാന ഐറ്റമായ നമ്മുടെ ബീട്രൂട്ട്. പിന്നെ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഉഴുന്നിടുക. പിന്നെ ഉണക്കമുളക്, പച്ചമുളക്, സവാള, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് വഴന്ന് വരുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ ബീട്രൂട്ടും ഇതെല്ലാം കൂടി നന്നായിട്ട് കുറച്ച് വേവിച്ച് വഴറ്റി നല്ല പക്കയൊക്കെ ആയിട്ട് എടുക്കുക. നമ്മൾ എണ്ണയിൽ വഴറ്റിയെടുത്തതിലേക്ക് കുറച്ച് പുളിങ്ങിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. നമ്മൾ ആ ബീട്രൂട്ടും എല്ലാ ഐറ്റംസും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തിടുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീട്രൂട്ട് ചട്നി. ഇനി നമുക്ക് ദോശയുടെ കൂടെ ഒന്ന് പിടിക്കാം.